അപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ മാർക്കിലേക്ക് എത്താന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ കപ്പ് ഓഫ് ടീ അല്ലേ. നമ്മൾ ഈ സർഫസ് ലെവൽ പഠിക്കണോണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ടഫ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് എന്നല്ല. നിന്റെ ഒരു ഫോൺ ഉപയോഗവും സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഫോൺ ഉപയോഗിക്കാൻ അങ്ങനെ സമയം കിട്ടല്ലേ. സമയം കുറച്ചുകൂടി കിട്ടിയാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? എല്ലാം ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ഇരുന്ന് ഇങ്ങനെ പഠിക്കണ ഇഷ്ടമല്ല. മാർക്ക് നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഒരു ദിവസം ആവറേജ് എത്ര സമയം പഠിക്കും? സമയമൊന്നുമില്ല, ഇങ്ങനെ ടാർഗറ്റ് വെച്ചാണ്ട് ഇത്ര പഠിക്കണം. അതായത് കൃത്യമായുള്ള ഒരു പ്ലാനിങ് ഒന്നുമില്ല. നീ ഇത്ര ടോപ്പിക്ക് പഠിക്കുന്നുണ്ടാവും. എന്റെ മാർക്ക് ഇവരോട് നീ തന്നെ ഒന്ന് പറയാം. 520 510. വിജയം എന്നത് ഭാഗ്യം പോലെ കിട്ടുന്ന ഒന്നല്ല. അതിന് കൃത്യമായുള്ള ഹാർഡ് വർക്ക് വേണം, അതേപോലെ തന്നെ കൃത്യമായുള്ള പ്ലാനിങ്ങും വേണം. കഴിഞ്ഞ ദിവസം +1 റിസൾട്ട് വന്നപ്പോൾ 520 510 മാർക്ക് വാങ്ങിയ ഒരു മിടുക്കനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവൻ തന്നെ പരിചയപ്പെടുത്തും. വെൽക്കം ടു എജ്യൂപോഡ്. എന്താ നിന്റെ പേര്? അംജദ്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? CHMHS പൂക്കളത്തൂർ. അപ്പോൾ കഴിഞ്ഞ ദിവസം +1 റിസൾട്ട് വന്നു. നിന്റെ മാർക്ക് ഇവരോട് നീ തന്നെ ഒന്ന് പറയാം. 520 510. 510 മാർക്ക് കിട്ടി. ഏതൊക്കെ സബ്ജക്റ്റിലാണ് നിനക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ 10 മാർക്ക് പോയത് എവിടെയാണ്? ഇംഗ്ലീഷിൽ 10 മാർക്ക് കുറഞ്ഞു, ബാക്കിയിലൊക്കെ ഫുൾ. അതായത് സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ ഫുൾ മാർക്കാണ്, ലാംഗ്വേജിൽ 10 മാർക്ക് മാത്രം കുറഞ്ഞു. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇംഗ്ലീഷിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മാർക്ക് കുറയാറുണ്ട്. പക്ഷേ സയൻസ് സബ്ജക്റ്റുകളിൽ ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു സിമ്പിൾ ടാസ്ക് അല്ല. നിനക്ക് ഗ്രേസ് മാർക്കോ എന്തോ കാര്യങ്ങളുണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ മാർക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ കപ്പ് ഓഫ് ടീ അല്ലേ. അപ്പോൾ നമുക്ക് അംജദിൻ്റെ റുട്ടീൻ, അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളതാണ്. നിന്നെപ്പോലെ ഇപ്പോൾ +2 പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അതേപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കല്ല പറയാനുള്ളത്, അംജദിനാണ് പറയാനുള്ളത്. അവൻ എങ്ങനെ പഠിച്ചു, ഇത്ര മാർക്കിലേക്ക് അവൻ എത്താൻ വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ, അവൻ്റെ സ്റ്റഡി റുട്ടീൻസ്, കാര്യങ്ങൾ, അവനുണ്ടായ ബുദ്ധിമുട്ടുകൾ അവൻ എങ്ങനെ ടാക്കിൾ ചെയ്തു, എല്ലാം അംജദ് കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. അപ്പോൾ അംജദിന് ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യം, അംജദിന് ഏറ്റവും കടുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഏതായിരുന്നു? കടുപ്പം തുടക്കം മുതലേ ലാംഗ്വേജുകൾ കുറച്ച് കടുപ്പമല്ല, പ്രശ്നമായിരുന്നു. മാർക്ക് നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. 10ാം ക്ലാസ് മലയാളം മീഡിയം ആയിരുന്നു? അല്ലല്ല, ഇംഗ്ലീഷ് മീഡിയം തന്നെയായിരുന്നു പഠിച്ചത്. ഓക്കെ. അപ്പോൾ ലാംഗ്വേജുകളിലായിരുന്നു ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നമുക്കൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ 10 മാർക്കും പോയത് ഇംഗ്ലീഷിൽ മാത്രമാണ്. അല്ലാതെ സയൻസ് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഡിഫിക്കൽട്ടി കാണാതെ പഠിക്കണതായോണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ബയോളജി നിന്റെ ഒരു സ്റ്റഡി റുട്ടീൻ എങ്ങനെയായിരുന്നു ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട്? നമ്മള് ആദ്യം ടോപ്പിക്കുകളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ബയോളജിയിൽ എല്ലാം ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ഇരുന്ന് ഇങ്ങനെ പഠിക്കണ ഇഷ്ടമല്ല. ടോപ്പിക് ആദ്യം മനസ്സിലാക്കും, പിന്നെ ഇങ്ങനെ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യും. അപ്പൊ മടുപ്പ് തോന്നൂല. ബയോളജി ഒക്കെ ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നൂല. അപ്പൊ നമുക്ക് എല്ലാ ടോപ്പിക്കും നമ്മൾ ഏകദേശം കവർ ആവുകയും ചെയ്യും. അങ്ങനെ ഉണ്ട്. ഇപ്പം എജ്യൂപോർട്ടിന്റെ തന്നെ ഓരോ ടോപ്പിക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ട് ആപ്പില്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അത് ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടി എല്ലാ ടോപ്പിക്കും കവർ ആവില്ലേ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്തു നോക്കൂ. പ്രീവിയസ് പരീക്ഷന്റെ തലേന്നും, ഓണത്തിന്റെ ആണെങ്കിൽ ഓണത്തിന്റെ തലേന്ന്, ക്രിസ്മസിന്റെ ആണെങ്കിൽ അതിന്റെ തലേന്ന്, ആനുവലിന്റെ ആണെങ്കിൽ അതിന്റെ മുന്നത്തൊക്കെ, അങ്ങനെ ഒരുപാട് വർഷത്തെ അങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു. ഇത് ബയോളജി മാത്രമാണോ ഈ രീതി പഠിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും? സയൻസുകളൊക്കെ അങ്ങനെയാണ്, എല്ലാ വിഷയവും അങ്ങനെ തന്നെ പഠിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക് വൈസ് നീ കൃത്യമായിട്ട് പഠിക്കും, എന്നിട്ട് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ ഈ NCERT ഫോളോ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? NCERT ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. കാരണം ഞാൻ JEE-ന്റെ ഇതിൽ ഉണ്ടായതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് അത് മാത്രം നോക്കല്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ ഒക്കെ നല്ലതുപോലെ മാറുന്നുണ്ടല്ലോ. അപ്പോൾ NCERT ഫോളോ ചെയ്യണോ, ഫോളോ ചെയ്യണ്ടേ? ഒരു കുട്ടി NCERT ഫോളോ ചെയ്തിട്ടാണോ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു. NCERT ഒക്കെ ഫോളോ ചെയ്യണം. കാരണം നമ്മളെ ആപ്പിൽ പഠിക്കണത്, സ്കൂളിൽ പഠിപ്പിക്കണമൊക്കെ NCERT ബേസ് ആയതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനിയിപ്പോൾ വല്ല ഗതിയുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രിയിൽ ആ ഭാഗം നോക്കിയാൽ മതി. NCERT ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം മാത്സിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു മാത്സ് ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, മാത്സിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രധാന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി ചെയ്ത് സോൾവ് ചെയ്ത് പഠിക്കണം എന്നാണ്. സ്കൂളിൽ നിന്ന് ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ ആപ്പിലൊക്കെ കംപ്ലീറ്റ്ലി NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. എന്നാലും കുട്ടികൾക്ക് ഒരു പേടിയാണ് NCERT എന്ന് പറയുമ്പോൾ. അപ്പോൾ മാത്സിന്റെ കേസിൽ NCERT എങ്ങനെ ഒരു കുട്ടിക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് പഠിക്കാം നിന്റെ അഭിപ്രായത്തിൽ, നീ ചെയ്യുന്ന രീതി? NCERT എങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കിട്ടണോണ്ട് കുഴപ്പമില്ല, അങ്ങനെ കിട്ടലുണ്ട്. പിന്നെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പിന്നെ നീ ഈ മാത്സിന്റെ ഒക്കെ കേസിലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ സോൾവ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഉപകാരമാണ്. നമ്മള് കേരള സിലബസ് ആകുമ്പോൾ പ്രത്യേകിച്ച്, കാരണം
പഴയ സാധനങ്ങൾ തന്നെയാണ് എല്ലാം വരുന്നത് കേരളത്തിൽ ഇനി വരുന്നത്. ജില്ലയിൽ അറിയില്ല, ഇതുവരെ വന്നതൊക്കെ അങ്ങനെയാണ്, പഴയത് അങ്ങനെ എടുത്ത് വരുന്നുണ്ട്. അപ്പൊ പക്ഷെ കഴിഞ്ഞ വർഷത്തെ നിങ്ങള് ഓൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം, അല്ല സോറി ക്രിസ്മസ് എക്സാമിന്റെതും മോഡൽ എക്സാമിന്റെതൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളും നമുക്ക് ഈ NCERTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സോൾവ് ചെയ്താൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ടഫ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് എന്നല്ല, ഇപ്പം NCERT ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ ഈ ടഫ് പറയാം. നമ്മൾ ഈ സർഫസ് ലെവൽ പഠിക്കണോണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. മാത്സ് ഒക്കെ NCERT നോക്കിയാൽ തന്നെ സാധനം, അതായത് ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം ചെയ്താൽ അതേ രീതിയിൽ വേറെ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ചോദിക്കണല്ലേ നമ്മള് ടഫാണ്, മറ്റേ ജെയിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വെറുതെ പറയുന്നതാണ്. ഇല്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് സാധനം വരുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും നമ്മുടെ ബോർഡ് എക്സാം കൃത്യമായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ മുമ്പിലിരിക്കുന്ന അംജദ്. പിന്നെ അടുത്തതായിട്ട് അംജദിനോട് ചോദിക്കാനുള്ളതും, ഇപ്പം നമ്മളൊക്കെ കുറേ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്, കുറേ കുട്ടികളെ കാണുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഉള്ള കോമൺ പ്രോബ്ലം പാരൻസ് ഒക്കെ നമ്മളോട് പറയുന്നൊരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. അതായത് ഫോണിൽ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നു, ഒരുപാട് ഫോണിൽ കളിക്കുന്നു, ഗെയിംസ് കളിക്കുന്നു, സിനിമകൾ കാണുന്നു, റീൽസ് കാണുന്നു, ഷോർട്സ് കാണുന്നു. നിന്റെ ഒരു ഫോൺ ഉപയോഗവും സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഫോൺ ഉപയോഗിക്കാൻ അങ്ങനെ സമയം കിട്ടല്ലേ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇടയ്ക്കെടുക്കും. ഇപ്പൊ സ്കൂൾ പൂട്ടിന് പരീക്ഷ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഇന്നലെ പോയി അടുത്തു, വെള്ളിയാഴ്ച റിസൾട്ട് വന്നുകൊണ്ട് അങ്ങനെ. സിനിമയൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, കുറെ നേരം വർക്ക് ചെയ്ത് നമുക്കൊരു തോന്നല് വരുമ്പോ അതിനൊരു ബെനിഫിറ്റ് ആയിക്കാണ്ട് ചെയ്യണ പോലെ. അല്ലാതെ എപ്പോഴും ഫോണിലൊന്നും നോക്കിയിട്ട് എന്താണ് കാര്യം കിട്ടലില്ല. അപ്പൊ അത് സമയം കിട്ടാത്തതിനുള്ള കാരണം സമയം കിട്ടാതെ ആക്കണതാണ് കേട്ടോ, കിട്ടാത്തൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെയാണ് മുഴുകി. അതായത് നമ്മൾ എന്തിലെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല. അപ്പൊ നമ്മുടെ കേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കേസിൽ സത്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസ് തന്നെയാണ്. അപ്പൊ അംജദ് കൃത്യമായിട്ട് അവന്റെ ടൈം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവന് സമയം ബാക്കി കിട്ടുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഫോണിൽ കളിക്കുന്നത്? നമുക്ക് ഒരുപാട് സമയം ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പൊ സമയം കുറച്ചുകൂടി കിട്ടിയാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? ഓക്കെ, അംജദ് ഒരു എൻട്രൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണ്. നിന്റെയും ഓക്കെ ജെഇ. അപ്പോൾ നിനക്ക് ഏത് ഫീൽഡിലേക്ക് തിരിയാനാണ് ആഗ്രഹം? എഞ്ചിനീയറിംഗ് സ്പെസിഫിക്കേഷൻ ഏതെങ്കിലും ഉണ്ടോ? ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. അപ്പോൾ അതെന്തായാലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം സയൻസ് സബ്ജക്റ്റുകളിൽ ഫുൾ മാർക്കാണ്. സയൻസ് സബ്ജക്റ്റുകളിൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അതൊരു സിമ്പിൾ ടാസ്ക് അല്ല, അതിന് ഒരുപാട് പരിശ്രമമുണ്ട്. ഇപ്പോൾ ഇവൻ നമ്മളോട് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണെങ്കിലും അതിന് നീ എടുത്ത എഫേർട്ട് വലുതാണെന്ന് നിനക്ക് തന്നെ അറിയാം. നീ ഒരു ദിവസം ആവറേജ് എത്ര സമയം പഠിക്കും? സമയമൊന്നുമില്ല, ഇങ്ങനെ ടാർഗറ്റ് വെച്ചാണ്ട് ഇത്ര പഠിക്കണം വെച്ചാൽ ഇപ്പൊ എത്ര സമയമാണെങ്കിലും തീരുന്നത് വരെ ഇരിക്കും. അതായത് ഒരു പഠിക്കല്ല. ഓക്കെ, അതായത് കൃത്യമായുള്ള ഒരു പ്ലാനിങ് ഒന്നുമില്ല. നീ ഇത്ര ടോപ്പിക് പഠിക്കുന്നുണ്ടാവും, അത് എന്തായാലും ആ ദിവസം കവർ ചെയ്ത് തീർക്കും. പിന്നെ ഈ എക്സാമിന്റെ സമയത്തുള്ളതൊക്കെ, എക്സാമിന്റെ തലേന്ന് ദിവസമൊക്കെ പഠിക്കുന്ന രീതി അപ്പോഴാണ് ഈ പ്രീവിയസ് നോക്കണം. തലേന്ന് പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വായിച്ചു പോകും. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ആയതുകൊണ്ട് രാവിലെ നീച്ചാണ്ട് പിന്നെ ഉച്ചവരെ നമ്മള് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. തലേന്ന് ടോപ്പിക് പഠിക്കും, ഉച്ചവരെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം സെറ്റ് ആവും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ റിവിഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്? അതായത് നമ്മളിപ്പോൾ 10ാം ക്ലാസ് പോലെ അല്ലല്ലോ പ്ലസ് 1 പ്ലസ് 2, അത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ് ആണ്. നീ പറയുന്നത് ഇപ്പം നിന്റെ ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന പ്ലസ് 1 കുട്ടികളോടുകൂടിയാണ്. അതായത് നമ്മൾ 10ാം ക്ലാസ്സും പ്ലസ് 1 തമ്മിലുള്ള ആ ഒരു പ്രധാനമായിട്ട് തോന്നിയൊരു ഡിഫറൻസ് എങ്ങനെയാണ്? ഡിഫറൻസ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളെ 8ഉം 9ഉം പഠിക്കാത്തവർക്കാണ് ഒരു പ്ലസ് 1 പ്ലസ് 2 ഗതികേടായി തോന്നുന്നത്. കാരണം അതിന്റെ ബാക്കിയാണല്ലോ വരുന്നത്. ഇവിടെ ബേസ് റെഡി ആയവർക്ക് അവിടെ ബാക്കി സുഖമായിട്ട് കഴിയും. ഇപ്പം ഫിസിക്സിലാണ് യൂണിറ്റ് മെഷർമെന്റ് 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സെറ്റ്സ് ഒക്കെ പിന്നെ നമുക്ക് സിമ്പിൾ സാധനങ്ങളാണ്, അങ്ങനെ അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. അങ്ങനെ ഇപ്പൊ എടുക്കുന്ന സാധനം ശരിക്കും പഠിച്ചാല് അടുത്ത് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നിന്റെ ഈ പഠന സമയത്തൊക്കെ നിനക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും? അതായത് കുറേ സമയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോറടിക്കുകയാണെങ്കിൽ? അങ്ങനെ ബോറടിക്കാൻ മാത്രം അങ്ങനെ ഇരിക്കലൊന്നുമില്ല. അപ്പൊ ഭയങ്കരമായിട്ട് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കലൊന്നുമില്ല, പക്ഷെ എടുക്കുന്ന സമയം എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? രാത്രി മാത്രം പഠിച്ചാലേ ശരിയാവും, പുലർച്ചെ എണീച്ച് പഠിക്കണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് രാവിലെ പഠിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു, രാത്രി മാത്രമേ പഠിക്കായിരുന്നു. രാത്രി പഠിച്ചാൽ മനസ്സിലാവും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിർബന്ധങ്ങളോ? ചില ദിവസം നമുക്ക് തോന്നുന്നു രാത്രി ഇരുന്നാല് നന്നാവും. അപ്പൊ രാത്രി ഇരിക്കുമ്പോ ബയോളജി അങ്ങനത്തെ ഒന്നും നോക്കൂല, കാരണം നമുക്ക് ഓർത്തെടുക്കുക അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കൂല. ക്വസ്റ്റ്യൻസിലെ ഫിസിക്സ് അങ്ങനെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്സ് ഒക്കെ ആയിരിക്കും രാത്രി നോക്കുക. അത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഒരു യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. രാത്രി
ഒരുപാട് കാണാതെ പഠിക്കേണ്ടതോ അങ്ങനത്തെ സബ്ജക്റ്റുകളായ ബയോളജി കാര്യങ്ങൾ പഠിക്കില്ല. ന്യൂമറിക്സ്, ഫിസിക്സ്, മാത്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാനില്ല. പിന്നെ രാവിലത്തെ സ്റ്റഡി ടൈം രാവിലെ ആകുമ്പോൾ കെമിസ്ട്രി അങ്ങനത്തെ ഒക്കെ പഠിക്കും. വേറെ ഇപ്പോൾ സ്കൂളൊക്കെ ലീവ് എടുത്ത് പഠിക്കുന്ന ഒരു പ്രവണത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലീവ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ആകെ 2 ലീവ് എടുത്തിട്ടുള്ളൂ. ദാറ്റ്സ് ഗ്രേറ്റ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കായിരുന്നു പഠിക്കണം എന്നുള്ള നിലക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാറില്ല സ്കൂളിൽ? ക്ലാസ് മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സാധനവും പഠിച്ചു. പിന്നെ നമുക്ക് മെല്ലെ നോക്കാം, അന്നാ വൈകുന്നേരം നോക്കാണ്ടാവുള്ളൂ. അല്ല വെറുതെ ക്ലാസ് ലീവ് ആക്കിയാണ്ട് അന്നത്തെ സ്കൂളിലല്ലോ ഇപ്പൊ വലിയ കഴിവില്ലോലെ തന്നെയാണല്ലോ, ഒരു ഉഷാറായി പഠിപ്പിക്കണം തന്നെയാണ്. അപ്പൊ ആ സാധനം തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ലീവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം നമ്മളെ ആപ്പിൽ ആദ്യം സാധനം മനസ്സിലാക്കുന്നുണ്ട്, പിന്നെ ഒന്നുകൂടി റിവിഷൻ പോലെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരാണ്. അപ്പം ഉഷാറായിക്കാണ്ട് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഈ ഷോർട്ട് നോട്ടുകളുടെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? നീ അങ്ങനെ ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു? ഇക്വേഷൻസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമുള്ള രീതികളുണ്ടോ? ഞാൻ ബയോളജി ഓരോ ചാപ്റ്ററിന്റെയും ചെറുതാക്കി അങ്ങനെ എഴുതി വെക്കും. നിന്റേതായ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതി വെക്കും. ബാക്കിയുള്ള സബ്ജക്റ്റുകളിലോ? ഫിസിക്സ് ഇക്വേഷൻസ് ചെയ്തു. ഡെറിവേഷൻസ് പിന്നെ അങ്ങനെയല്ല, ഡെറിവേഷൻസ് അങ്ങനെ നമ്മള് യൂട്യൂബിൽ ഇട്ടിന് എല്ലാ ഡെറിവേഷൻ്റെ വീഡിയോ. അപ്പം അതൊന്ന് സേവ് ചെയ്ത് വെച്ചോ, അതിന് ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ വെച്ചാണ്ട് അങ്ങനെ കണ്ടു. അല്ലാതെ വേറെ ഒന്നുമില്ല. മാത്സ് ഒക്കെ അങ്ങനെ തന്നെ ഇക്വേഷൻ ഇങ്ങനെ എഴുതി വെച്ചു. സയൻസ് സബ്ജക്റ്റുകൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? മാത്സ് ആണല്ലേ? അപ്പോൾ മാത്സും ഫിസിക്സും ഓക്കെ, അത് സ്വാഭാവികമായിട്ടാണ്. മാത്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബയോളജിയോട് കുറച്ച് ഇഷ്ടക്കുറവുണ്ടാവും അല്ലേ? സ്വാഭാവികം. മാത്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് ബയോളജിയോട് ഇഷ്ടക്കുറവ് ഉണ്ടാവാറുണ്ട്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, നിനക്ക് മാത്സിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ ചാപ്റ്റർ ഏതാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാതും താല്പര്യമാണ്. ട്രിഗണോമെട്രിയുടെ കേസിൽ +1 എല്ലാവരും ടഫാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ കുറച്ച് നമ്മള് ഇക്വേഷൻസ് കാണാതെ പഠിക്കാനുണ്ട്, അതാണ് പ്രശ്നം. പക്ഷെ ഞാൻ മനസ്സിലാക്കി പഠിച്ചാൽ ഇപ്പം ഞാൻ പറയാം, ജെയിന്റെ ബാച്ചിലാണ് അനീസ് സാറൊക്കെ ഉണ്ട്. അയാളെ സാർ എടുത്തതൊക്കെ അങ്ങനെ ഗ്രാഫൊക്കെ വരച്ചാണ്ട് എടുത്തിരിക്കും. നമുക്ക് cos 0 1 ആണൊക്കെ അവിടെ അങ്ങനെ 0 ശരിക്കും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ ഒരു എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്തായാലും ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നീ ആ ഒരു കൺസെപ്റ്റ് ലെവലിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് സബ്ജക്റ്റുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത്ര പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അവൻ അത് തെളിയിക്കുകയും ചെയ്തു. 520 510 മാർക്ക് വാങ്ങി. സയൻസ് സബ്ജക്റ്റുകളിൽ എല്ലാം അവന് ഫുൾ മാർക്കാണ്. പിന്നെ അടുത്തത്, നിനക്ക് നമ്മുടെ എജ്യൂപോർട്ടിന്റെ ഷെഡ്യൂളുകൾ എങ്ങനെയാണ് ഉപകാരപ്പെട്ടത്? അല്ലെങ്കിൽ എജ്യൂപോർട്ടിന്റെ ക്ലാസ്സുകൾ നീ എങ്ങനെയായിരുന്നു ഫോളോ ചെയ്യാറുള്ളത്? ആപ്പിൽ തന്ന ഷെഡ്യൂൾ അങ്ങനെ കണ്ടുപോകും, കറക്റ്റ് അത് ഫോളോ ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ബാക്ക് വരാണെങ്കിൽ ഞായറാഴ്ച നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാവില്ല, അപ്പൊ അന്ന് ഇരുന്ന് കാണും. അപ്പൊ വേറെ ഏതെങ്കിലും ട്യൂഷനോ കാര്യങ്ങളോ പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ എജ്യൂപോർട്ട് മാത്രം. ഓക്കെ, അപ്പോൾ നിനക്ക് ബാക്ക്ലോഗ് ആയിട്ട് വരുന്നത് നീ എന്ത് ചെയ്യും? ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ക്ലിയർ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. ഷെഡ്യൂളുകൾ മിസ്സാകാറുണ്ടെന്ന് കുറേ കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അത് മിസ്സാകുകയാണെങ്കിൽ സാറ്റർഡേ സൺഡേസിൽ അത് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ക്ലാസ്സുകൾ നീ ആപ്പിലെ ക്ലാസ് പ്രോപ്പറായിട്ട് കാണുമായിരുന്നു? അത് കംപ്ലീറ്റ് ആയിട്ട് കാണും? അതിന്റെ ചോദ്യങ്ങൾ ചെയ്യുന്നത് ഷെഡ്യൂളിൽ ചോദ്യങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് യൂസ്ഫുൾ ആണോ? യൂസ്ഫുൾ തന്നെയാണ്. പിന്നെ സ്കൂളിൽ ഇങ്ങനെ ഓരോ ടൈമിൽ ഇപ്പം നാളെ മുതൽ മിഡ് ടേം എക്സാം, ഇപ്പൊ ലീവല്ലേ, നാളെ മുതൽ മിഡ് ടൈം എക്സാം തുടങ്ങും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി റിവിഷൻ ചെയ്യും. അങ്ങനെ സ്കൂൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ രണ്ടുകൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിന്റെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടീവ് ആണോ? പിന്നെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മള് രാത്രി കുറെ നേരം ഇരുന്നാണ്ട് പഠിക്കണമെങ്കിൽ പഠിച്ചോ, അങ്ങനെ പറയും. രാവിലെ നേരത്തിച്ചാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ രാത്രി കുറെ നേരം എന്റെ ചങ്ങായിമാരൊക്കെ പറയുന്നുണ്ട്, രാത്രി കുറെ നേരം ഉറങ്ങിക്കോ, രാവിലെ എപ്പോഴാ നീച്ച, അപ്പൊ രാവിലെ നീക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. എപ്പോ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ, അങ്ങനെ വലിയ പ്രഷർ കൊടുക്കണമൊന്നുമില്ല. മാർക്ക് ഇപ്പൊ നമ്മള് ഓണത്തിലേയും മിട്ടമലയിലേയും കുറഞ്ഞാലും അടുത്തൊരു ഉഷാറാക്കാം, ആദ്യമൊക്കെ ഒന്ന് ചീത്താറും, പിന്നെ അടുത്തൊരു ഉഷാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയാക്കും. ഉമ്മ ഇപ്പൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. വീട്ടിൽ പിന്നെ കൂടെ ആരാ ഉള്ളത്? 2 കാക്കമാരുണ്ട്. അവര് നിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട് വെച്ചാൽ ഞാന് ഉമ്മാന്റെ വീട്ടിലാണ് നിൽക്കല്. അവിടെ മമ്മി ഞാനും മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പിന്നെ നീ സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് നിന്റെ? നീ സ്വന്തമായിട്ട് നീ എവിടെന്നെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാറുണ്ടോ? വേറെ പുറത്തുനിന്നുള്ള കുറെ ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് നീ ഇപ്പൊ ജെയ് ബാച്ചിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജെയ്ക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള നിന്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ എങ്ങനെയാ പോകുന്നത്? ജെയ്ക്ക് ഞാൻ കുറച്ച് മൊഡ്യൂളുകൾ വാങ്ങിയിട്ടുണ്ട് വേറെ ഇതിന്റെ. അപ്പം അതിലത്തെ ക്വസ്റ്റ്യൻസ് അതില് നമ്മള് ക്ലാസ് എടുക്കണ ടോപ്പിക് അതിലുണ്ടാവും. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അങ്ങനെ ചെയ്തു. അപ്പൊ ഇപ്പൊ ജെയ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു വളരെ അടിപൊളിയായുള്ള കാര്യം കേട്ടോ. ഇവൻ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിപ്പോ സ്റ്റിൽ
ജെയ് മെയിൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അഡ്വാൻസ് ക്വസ്റ്റ്യനിലേക്ക് കയറിയിട്ടുണ്ടോ? തുടക്കത്തെ യൂണിറ്റ് മെഷർമെന്റ് സെറ്റ്സ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ അതെന്തായാലും അവൻ ഇമ്പ്രൂവ് ചെയ്യും. അവനിപ്പം +1 എത്തിയിട്ടേ ഉള്ളൂ. അപ്പം +2 സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പം ഇത്തവണ എഴുതുന്ന ജെയ് എക്സാം ഇത്തവണ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യണം. അതിന് പറ്റും. കാരണം അവൻ്റെ ഒരു സ്ട്രക്ചറും റുട്ടീനും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവന് ഫോൺ കുറച്ച് സമയമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവന് ഫ്രീ ടൈം കിട്ടുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ബിക്കോസ് അവന് കുറേതായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫ്രീ ടൈം ഇല്ല എന്നുള്ളത് തന്നെയാണ്. സോ പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ +1 പഠിക്കുന്ന കുട്ടികളോടും +2 പഠിക്കുന്ന കുട്ടികളോടായിട്ട് നിനക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ്? പറയാൻ ഇപ്പൊ എല്ലാവരും പറയും, നമ്മള് സയൻസൊക്കെ കയറുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഹൗ ടഫാണ്, നടക്കൂല ഒക്കെ പറയും. അതൊക്കെ തോന്നാണ്. നമ്മളതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഇപ്പം 10ാം ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യണ പോലെ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സയൻസാണ്, ആ ബോധം ഉണ്ടാവണം. ശേഖരിച്ച് ഭയങ്കര ടഫാണ്, കഴിയാത്തതൊന്നുമല്ല. നമ്മളതിന് ഇരുന്നാലേ സാധനം നമുക്ക് കിട്ടുന്നതാണ്. നല്ല മാർക്ക് കിട്ടും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അംജദ്. ഇംഗ്ലീഷിൽ അങ്ങനെ മാർക്ക് കുറഞ്ഞ ഞാനായിമോ കുറെ നേരം ഇരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിക്കാരം കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ അത് നീ ഇംഗ്ലീഷിലാണിപ്പോ മാർക്ക് കുറഞ്ഞ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞല്ലോ, അത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ലേ? ഇമ്പ്രൂവ് ചെയ്ത് നമുക്കത് ഫുൾ ആക്കണ്ടേ? ഇനിയിപ്പോ അടുത്ത 520 തന്നെ +1 ആൻഡ് നെക്സ്റ്റ് ഇയർ നമ്മൾ അത് എന്താക്കും? 1200 തന്നെ ആക്കും. ഓക്കെ, ഇനി ഇംഗ്ലീഷ് പൊതുവേ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ നിനക്കും 10 മാർക്ക് കുറഞ്ഞല്ലോ. അപ്പോൾ നിനക്ക് മനസ്സിലായി ഇംഗ്ലീഷ് നിന്റെ ഒരു കുറച്ച് പ്രശ്നമുള്ള ഭാഗമാണെന്നുള്ളത്. ഇംഗ്ലീഷിനെ നീ ഇങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. എക്സാമിന് നല്ല മാർക്ക് ഇനി സ്കോർ ചെയ്യണമല്ലോ ഇമ്പ്രൂവ്മെന്റിന്. അപ്പോൾ അതിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും മുൻകരുതലോ കാര്യങ്ങളോ ഉണ്ടോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ടീച്ചേഴ്സിന്റെ ഒക്കെ സ്കൂൾ എന്നൊക്കെയുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് സപ്പോർട്ടീവ് ആണല്ലേ? ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നമ്മുടെ അംജദിനെ സംബന്ധിച്ചിടത്തോളം അംജദിന് കൃത്യമായുള്ള ഒരു ഗോൾ ഉണ്ട്. അംജദ് ചിലവഴിക്കുന്ന സമയത്തിനെ പറ്റി അവന് കൃത്യമായുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ അവൻ്റെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതൊരു ലെക്കല്ല. അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും അവൻ്റെ കൃത്യമായുള്ള പ്ലാനിങ് കൊണ്ടും തന്നെയാണ്. അംജദ് നമുക്കൊക്കെ ഒരു റിയൽ എക്സാമ്പിളാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങളുടെ പഠന രീതികൾ എങ്ങനെ മാറ്റണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം, എല്ലാത്തിനും അവൻ കൃത്യമായുള്ള മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു തവണ അംജദുമായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അംജദിന് 1200 മാർക്കും വാങ്ങിയതിന് ശേഷവും അതേപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ NIT-ലോ IIT-ലോ അഡ്മിഷൻ എടുത്തതിനു ശേഷം മാത്രമായിരിക്കും. ആ ഉറപ്പ് അംജദ് തരും. തീർച്ചയായിട്ടും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് മുമ്പിലുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അംജദ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സയൻസ് സബ്ജക്റ്റുകളിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വിത്തൗട്ട് ഗ്രേസ് മാർക്ക് അതൊരു സിമ്പിൾ ടാസ്ക് അല്ല. അതിന് നിങ്ങൾ നല്ലതുപോലെ എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അംജദിനെ നിങ്ങളൊരു മികച്ച ഉദാഹരണമായിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്കൊക്കെ ഈ സംഭവം ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് അംജദ് തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നു. അപ്പോൾ അംജദിനെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഒരു മികച്ച സുഹൃത്തായിട്ട്, ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളും അതേപോലെ തന്നെ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.